ആയുധബലമോ ആൾബലമോ ഇല്ലാതെ ചുരുങ്ങിയ ആളുകൾ വലിയ ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തി വിജയം വരിച്ച ബദർ പോരാട്ടത്തെ ഓർമ്മിക്കുന്ന ദിവസമാണ് ഇന്ന്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ ഈ ഭൂമിലോകത്ത് നിലനിർത്താൻ വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാന്മാരായ ബദർ ശുഹദാക്കളെ അനുസ്മരിക്കുകയാണ് നാം. ബദർ കേവലം ഒരു യുദ്ധമല്ല, പോരാട്ടമല്ല, ആത്മീയമായ ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞ ഭൂമികയായിരുന്നു ബദർ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ഉറച്ചു നിന്ന സ്വഹാബികൾ ആദരവായ നബിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ നേടിയ വിജയമാണ് ബദറിന്റെ ചരിത്രം. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ കുറഞ്ഞ ആളുകളായിരിക്കെ നിങ്ങൾക്ക് അല്ലാഹു ബദറിൽ വലിയ സഹായം നൽകിയെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആളുകളുടെ ആധിക്യമോ ആയുധങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളോ അല്ല വിജയത്തിന്റെ നിധാനം. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അധമ്യമായ അനുരാഗവുമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് കാണിച്ചു തരുന്ന ചരിത്രമാണ് ബദറിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പുതിയ കാലത്ത് പ്രതിരോധത്തിന്റെ പേര് പറഞ്ഞ് യുവാക്കൾക്കിടയിൽ വികാരമുണ്ടാക്കുന്ന ആളുകളോടും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭീകരതയുടെ പട്ടികയിലേക്ക് ബദർ എന്ന പോരാട്ടത്തെ ചുരുക്കിക്കെട്ടുന്ന ഇസ്ലാമിക വിരോധികളോടും പറയാനുള്ളത്, ബദർ എന്നത് വൈകാരികമായ ഭൗതിക പ്രകടനമല്ല, ആത്മീയമായ ശക്തി ചോദുന്ന സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ത്യാഗോജ്വലമായ ചരിത്ര സന്ദേശമാണ് ബദർ. ആ ചരിത്രത്തിന്റെ കൃത്യമായ പശ്ചാത്തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കേവലം ഇസ്ലാമിക സമൂഹത്തെ ഈ ലോകത്ത് നിന്ന് ഉച്ചാടനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ശത്രുവിന്റെ കുൽസിതമായ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയ ദിനം. മദീന എന്ന് പറയുന്ന സുശക്തമായ ഒരു ഭരണ നേതാവിന്റെ കീഴിലുള്ള ഒരു രാജ്യത്തെ സമ്പൂർണമായി തകർക്കാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിന് സൈന്യങ്ങളോട് കേവലം 300 ചില്ലറ ആളുകൾ നടത്തിയ പോരാട്ടത്തിന്റെ മനോഹരമായ ചരിത്രം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാല ജീവിത കാലയളവിൽ 23 വർഷങ്ങൾ, ആ ജീവിതത്തിലെ 13 വർഷങ്ങൾ ഭൂരിഭാഗവും മക്കയിലാണ് ചെലവഴിച്ചത്. അപ്പോൾ ബദർ എന്ന യുദ്ധം നടന്നില്ല, ഒരു പോരാട്ടവും നടന്നില്ല. സഹനങ്ങളും ത്യാഗങ്ങളും ആക്രമണങ്ങളും ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ട് പോലും ആ രൂപത്തിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് പോകാതെ സഹനത്തിന്റെ മഹാചരിത്രം ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാണിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം അവലംബിച്ച പ്രവാചകരാണ് ലോകത്ത് ഞാൻ ആരെയും കൊല്ലാനോ ആരെയും നശിപ്പിക്കാനോ നിയോഗിതനായവരല്ല, ലോകത്ത് മുഴുവനും സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബദറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഹിജ്റയുടെ ചരിത്രം പഠിക്കണം. പ്രവാചക ജീവിതത്തിന്റെ മക്ക കാലയളവ് 13 വർഷത്തെ ജീവിത കാലയളവ് പഠിക്കണം. തുടർന്ന് 10 വർഷക്കാലമാണ് മദീനയിൽ ജീവിച്ചത്. ആ കാലയളവിലാണ് ബദർ നടക്കുന്നത്, മറ്റ് യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളെ കൃത്യമായി പഠിച്ചാൽ ബദറിന്റെ ആ ആത്മീയമായ മുഖം കൃത്യമായി നമുക്ക് അനാവരണം ചെയ്യാം. മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ ആ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.